നമസ്കാരം. കാഞ്ഞിരപ്പള്ളി സബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് കുറച്ച് സാരി കാണാം. അത് ക്രിസ്മസിന് പറ്റുന്ന സാരീസ് ഉണ്ട്. ക്രിസ്മസ് റെഡ്, പിന്നെ അല്ലാതെ വൈറ്റ്, പിന്നെ ഇതല്ലാതെ നമുക്ക് എന്താ നോർമൽ സാരീസ്. ഇതിപ്പം നമ്മുടെ ജൂട്ട് ടസറില്ലേ, ജൂട്ട് ടസർ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ഒരു സ്റ്റഫാണ് ജൂട്ട് ടസർ എന്ന് പറയുന്നത്. ഇത് പ്യുവർ ജൂട്ട് ടസർ അല്ല, അതിൻ്റെ ഒരു റിപ്ലിക്ക എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി എന്ന് വേണമെങ്കിൽ പറയാം. ജൂട്ട് ടസർ, ജൂട്ടും ടസറും എല്ലാവർക്കും അറിയാമല്ലോ, മാർക്കറ്റിൽ നല്ല റേറ്റിൽ വിൽക്കപ്പെടുന്ന സാധനങ്ങളാണ്. ജൂട്ടാണെങ്കിലും ടസറാണെങ്കിലും അത് രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. അതിൻ്റെ ഒരു കോപ്പി, അതിൻ്റെ പ്യുവർ അല്ല, അതിൻ്റെ പ്യുവർ ജൂട്ട് ടസറായിട്ടുള്ള വരുമ്പോൾ ഒരു 4000 രൂപ എബോ, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു അനുപാതം കൂടുന്നതനുസരിച്ച് റേറ്റിലുള്ള വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ വരും. നല്ല സ്റ്റഫാണ്, നമുക്ക് നല്ലൊരു സ്റ്റാൻഡേർഡ് ഫീല് തരുന്ന സ്റ്റഫാണ് അതിൻ്റെ ഏറ്റവും വലിയ ആകർഷകത്വം എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്യുവർ അല്ല, അതായത് നമ്മളിപ്പോൾ കോപ്പി എന്ന് പറയരുത് എന്ന് പറഞ്ഞ പോലെയാണ്. പ്യുവർ ജൂട്ട് ടസർ അല്ല, സെമി എന്നൊക്കെ പറയുന്ന പോലത്തെ ഇതാണ് സാധനം. കണ്ടോ, മുന്താണി വന്നിട്ട് ഇങ്ങനെ വരും, ഫുൾ ബോഡി ഇങ്ങനെ ഒരു ഫ്ലോറൽ പ്രിൻറ്റ് വരും. ഏറ്റവും അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ സ്റ്റഫ് തന്നെയാണ്. പിന്നെ ബ്ലൗസ് വരുമ്പോൾ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് വരും. കണ്ടോ, സ്റ്റഫ് കണ്ടോ, നല്ല ആ ഒരു ജൂട്ട് ടസറും. ഇത് സെമി ആയതുകൊണ്ട് തന്നെ നമുക്ക് പേടിക്കണ്ട. നമ്മൾ മറ്റേതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ലതായിട്ട് സൂക്ഷിക്കണം. ജൂട്ട് തന്നെയാണെങ്കിൽ ഒരു സൈസ് ഇങ്ങനെ ലിൻഡ് പൊങ്ങുന്ന പോലെ പൊങ്ങി വരും. ടസറാണെങ്കിൽ ഭയങ്കരമായിട്ട് സൂക്ഷിക്കണം. മടക്കി വെച്ചേക്കുന്ന പോലും ഒത്തിരി നാൾ ഒരേ മടക്കി തന്നെ വെച്ച് കഴിഞ്ഞാൽ അവിടെ കളർ മാറിപ്പോവും. അതായത് വില കൂടുന്തോറും അത് നമ്മൾ അത്രയ്ക്ക് പരിപാലിക്കണം. ഇത് സെമി ആയതുകൊണ്ട് കുഴപ്പമില്ല, ഡെയിലി യൂസിന് നല്ലതാണ്. പക്ഷെ നല്ല സ്റ്റാൻഡേർഡായിട്ട് നിൽക്കും. 1299 ഉള്ളൂ റേറ്റ്. ഇനി അതിൻ്റെ വേറെ കളേഴ്സ് കാണിക്കാം. ഇതുണ്ടോ, ബ്ലൂ, ഇങ്ങനെ വരും. മുന്താണിയിൽ ഇങ്ങനെ ഒരു വലിയ ഫ്ലോറ്, ബോഡിയിൽ ഇങ്ങനെ തന്നെ ബ്ലൗസ് വരുമ്പോൾ, എന്നിട്ടൊരു വൃത്തിയുള്ള ഒരു ടാസിലൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ബ്ലൗസ് വരുമ്പോൾ പ്ലെയിൻ ആയിട്ട് വരും. എന്നിട്ട് ഈ ഒരു ചെറിയൊരു സെറിയുണ്ട്, അത് വേണമെങ്കിൽ നമുക്ക് കയ്യെ കൊടുക്കുകയും ചെയ്യാം. ഡെയിലി യൂസിന് ആണ് നല്ലത്. നല്ല ഞാൻ പറയുന്നത് ഡോക്ടേഴ്സ്, അങ്ങനെയൊക്കെ ടീച്ചേഴ്സ്, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊരു ലളിതം സുന്ദരം ആയിട്ടുള്ള സാധനങ്ങളാണല്ലോ കൂടുതൽ ഇടുന്നത്. അപ്പോൾ അവർക്ക് നല്ല ആപ്റ്റായിട്ടുള്ള ഒരു സാധനമാണ്. ഇനി അതിൻ്റെ നല്ലൊരു കോമ്പിനേഷൻ ബ്ലാക്ക് കണ്ടോ, ബ്ലാക്കേ വരുമ്പോൾ അതിൻ്റെ ആ സെറിയുടെ ഒരു കൂടുതൽ എടുത്തറിയാൻ പറ്റുന്നതുണ്ടോ, നല്ല ഭംഗിയല്ലേ. അതുമല്ല ബ്ലാക്കും പീച്ചും ഒരു കോമ്പിനേഷൻ വരുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ട്. എന്താണ് വന്നിട്ട് ഇതേണ്ട നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ഡിസൈനർ വെയറിൻ്റെ ഒരു ലുക്ക് കിട്ടും. അത് പിന്നെ സിമ്പിളാണ്, സിമ്പിൾ എലഗൻ്റാണ്. എവിടെ വേണമെങ്കിലും ഇട്ടുകൊണ്ട് പോകാം. ഫംഗ്ഷന് വേണമെങ്കിൽ, അത്യാവശ്യം ചെറിയ ഫംഗ്ഷന്, ചെറിയ ഒരു സ്പെഷ്യൽ ഡേയ്സിലൊക്കെ വേണമെങ്കിൽ ഓഫീസിലൊക്കെ പോകുമ്പോൾ ഇടാം, അല്ലെങ്കിൽ ഡെയിലി ഇടണമെങ്കിലും ഇടാം. അങ്ങനെ ഏത് സ്ഥലത്തും കൊള്ളിക്കാൻ പറ്റും. ഒരു കളറും കൂടെ ഉണ്ട്, ഇതാ വാടാമുല്ലയുടെ അല്ലെങ്കിൽ പർപ്പിളിൻ്റെ അല്ലെങ്കിൽ വൈനിൻ്റെ ഒരു ഷെയ്ഡ്. പീച്ചാണ് എല്ലാത്തേലും തന്നെ പീച്ചാണ് ഫ്ലോറൽ പ്രിൻ്റായിട്ട് വന്നിരിക്കുന്നത്. കണ്ടോ ഇതാണ് കളറ്. ബ്ലൗസ് ആസ് യൂഷ്വൽ മറ്റേതുപോലെ തന്നെ പ്ലെയിൻ ബ്ലൗസ് വരും. സ്റ്റഫാണ് അതിൻ്റെ നോക്കണ്ട. ആ കയ്യിൽ ഒരു ചെറിയൊരു സെറിയുണ്ട്, അതും കൂടെയൊക്കെ കൊടുത്ത് ബ്ലൗസ് ചെയ്യുവാണെങ്കിൽ നല്ലൊരു ലുക്കും കാര്യങ്ങളും ഒക്കെ കിട്ടും. ഞാൻ ടൈപ്പ് സാരി കഴിഞ്ഞു. 1299 ആണ് ഇതിൻ്റെ റേറ്റ്. ഇനിയും ഞാൻ പ്യുവർ ജൂട്ട് ടസർ കാണിക്കുക. പ്യുവർ ജൂട്ട് ടസർ എന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് പ്യുവർ വിളിക്കാൻ പറ്റത്തില്ല. നമുക്കൊക്കെ അറിയാമല്ലോ, ജൂട്ട് അല്ലെങ്കിൽ ടസർ 5000-ന് മേളിലോട്ട് നോക്കിയാൽ മതി പ്യുവറിന് വരുമ്പോൾ. അപ്പം ഇതൊക്കെ റേറ്റ് കുറയുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് അതിൻ്റെ ആ ഒരു നൂലിലുള്ള നെയ്ത്തിലൊക്കെയുള്ള വ്യത്യാസം വരും. ഇത് കുറച്ചും കൂടെ നല്ല ജൂട്ട് ടസറാണ്. ഒരു 2000 എബവ് റേഞ്ച് വരുന്നത്. 2000-നും 3000-നും 2640 രൂപയേ ഉള്ളൂ. നല്ല സ്റ്റാൻഡേർഡ് ഐറ്റമാണ്. ഇതിൻ്റെ കളറും കൂടെ ഉണ്ടായിരുന്നു കണ്ടോ, അതിൻ്റെ കലങ്കാരി പ്രിൻറ്റും കൂടിയാണ് വരുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള ഐറ്റം. ഇത് ശരിക്കും അതിനേക്കഴിഞ്ഞൊക്കെ ഒത്തിരി ആ ഒരു ജൂട്ട് ടസർ ഫീല് കിട്ടുന്ന സാരിയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ടസർ സാരി ഉടുത്തു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെയാണ് അതിൻ്റെ സ്റ്റഫ്. അത്രയ്ക്ക് ഇതായിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് വരുന്നത്. കണ്ടോ,
ഇത് വരും മുന്താണി. ഫുള്ള് കലങ്കാരിയാണ് പ്രിൻ്റ്, ഡിജിറ്റൽ പ്രിൻ്റാണ്. ബ്ലൗസ് വരുമ്പോൾ ഇങ്ങനെ വരും. അതിൻ്റെ തന്നെ അടുത്ത കളറ് ഇതിപ്പം ഒരു ലൈറ്റ് വാടാമുല്ല കളറാണ്. ആദ്യം കണ്ടത് ഗ്രീൻ അല്ലായിരുന്നോ? ഗ്രീൻ അല്ലേ ആദ്യം കണ്ടത്? പിസ്ത ഗ്രീന്. ഇത് ഒരു ലൈറ്റ് വാടാമുല്ല ഷെയ്ഡ് വരും. ഇതിപ്പോൾ ഇല്ലേ, ശരിക്കും പറയുക, നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ, നേരിട്ട് വന്ന് കാണുന്നവർക്കൊക്കെ ഈ സാരി ഒത്തിരി നമുക്ക് സെയിലുള്ള സാരിയാണ്. നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ടസർ സാരി തന്നെ. ജൂട്ടിനെ കഴിഞ്ഞ് കുറച്ചും കൂടെ ഫീൽ ചെയ്യുന്ന ടസർ ഫീലാണ് ചെയ്യുന്നത് കേട്ടോ. നല്ല സോഫ്റ്റാണ്, ഒട്ടും എന്നാ പറയുന്നത്, കടന്നൊന്നും നിൽക്കത്തില്ല. ശരീരം ബോഡി ഹഗ്ഗിങ് ആയിട്ട് കിടക്കും. സ്റ്റാൻഡേർഡാണ് ഐറ്റംസ്. അതിൻ്റെ അടുത്ത കളറ് ഒരു ആഷ് കളർ ഉണ്ടോ? കാണുന്നവർക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു സാരിയാണ്. അതായത് എന്നും ഒരു കുലീനത ഫീല് കിട്ടുന്ന ഐറ്റം. സാരി ഫോൺ കൂടെയൊക്കെ വെച്ച് ഒരു പേളുമാലയൊക്കെ കൂടി അങ്ങ് ഇട്ടിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി. ഇനി അത് തന്നെ ജൂട്ടസർ തന്നെയാണ്. റേറ്റ് വ്യത്യാസം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പ്രിൻറ്റിൽ വ്യത്യാസമുണ്ട്, പ്രിൻറ്റിൽ വ്യത്യാസമുണ്ട്. ഇതുണ്ടോ? ഇതുവരെ ഇതിൻ്റെ മുന്താണി എന്ന് പറയുന്നത്. വില 2640 തന്നെയാണ് ആണെന്ന് തോന്നുന്നു. ആദ്യത്തേനും അത് തന്നെയല്ലായിരുന്നു. നല്ല സാരി കേട്ടോ. ഇതിൻ്റെ ഒത്തിരി കളർ കോമ്പിനേഷൻസ് വന്ന് നമ്മുടെ എക്സിബിഷൻ വെച്ച സമയത്തൊക്കെ ഇഷ്ടം പോലെ പോയ സാരിയാണ്. ഉണ്ട് അതിൻ്റെ ഇങ്ങനെയാണ് അത് മൊത്തത്തിൽ വരുന്നത്. ഇത് കണ്ടോ? ഒരു സൈഡിലേക്ക് വരുമ്പോൾ ഇങ്ങനെ, ബോഡിയുടെ പാർട്ടിലേക്ക് വരുമ്പോൾ ഇങ്ങനെ വരും. ഇത് മുന്താണിയുടെ പാർട്ടിലേക്ക് വരുമ്പോൾ ഇങ്ങനെ വരും. നല്ല സാരിയാണ് ഇത്. ശരിക്കും ടസർ സാരി ഇട്ടോ അല്ലെങ്കിൽ ജൂട്ട് സാരി ഇട്ട പോലെ തന്നെ നിങ്ങൾക്ക് വെയർ ചെയ്യാം. ആ ഒരു ഇതിൽ തന്നെ. അതിൻ്റെ വേറൊരു കളറ് ഇത് ഭയങ്കര ഓവറായിട്ടുള്ള, അതിപ്പോൾ ഈ ജൂട്ടിനൊക്കെ ആണെങ്കിലും അങ്ങനെ ഓവറായിട്ടുള്ള കളറെടുപ്പല്ലല്ലോ. അതിൻ്റെ വീവിങ് അങ്ങനെ ആയതുകൊണ്ടേ ഫുള്ള് ഇങ്ങനെ തന്നെ. മുമ്പേ കണ്ടത് സ്റ്റഫും പഴയത് തന്നെ, പക്ഷെ ഈ ഒരു ഡിസൈൻ ഫുള്ള് ഇങ്ങനെ തന്നെ. അത് നല്ലൊരു രസമാട്ടോ. ഇതിനൊക്കെ ആപ്റ്റായിട്ടുള്ള, ഞാൻ പറഞ്ഞിട്ട്, നല്ല പേളുമാലയൊക്കെ അങ്ങോട്ട് ഇടണം. നല്ല രസമായിരിക്കും. ഇത് ക്രിസ്മസ് റെഡ്. ഇത് കണ്ടോ? ക്രിസ്മസ് റെഡ് എന്ന് പറഞ്ഞിട്ട് ആപ്റ്റായിട്ട് നിങ്ങൾക്ക് ഇതുകൊണ്ട് എന്ത് വേണമെങ്കിലും തയ്ക്കാം. ചുരിദാർ തയ്ക്കണോ, സാരി ആയിട്ട് എടുക്കണോ, 3 പീസ് സെറ്റായിട്ട് സെറ്റ് ചെയ്യണോ, എങ്ങനെ വേണമെങ്കിലും തയ്ക്കാം. ഇത് കാശ്മീരി സിൽക്ക്, വെറും കശ്മീരി സാരിയല്ല, കശ്മീരി സിൽക്കിലാണ് വന്നിരിക്കുന്നത്. കണ്ടാൽ വിചിത്ര സിൽക്കിൻ്റെ ഒരു മോഡലൊക്കെ തോന്നിക്കും. അതിൽ ബനാറസി സാരികളുടെ ഒരു വീവിങ് കൊണ്ടുവരാൻ ശ്രമിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇങ്ങനത്തെ സാരി ഭയങ്കര ട്രെൻഡാണ്. കാരണം ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്. നല്ല അഴകല്ലേ, കളറെടുപ്പുണ്ടോ, നല്ല രസമാണ്. നല്ല ചില്ലി റെഡോ, ബ്ലഡ് റെഡ് എന്ന് പറയാം. ബ്ലഡ് റെഡ്, ചില്ലി റെഡ്, തനി ക്രിസ്മസ് റെഡ്. വിദേശത്തോട്ടൊക്കെ ഉള്ള ആൾക്കാർ യൂണിഫോം ആയിട്ടൊക്കെ വേണമെങ്കിൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഉണ്ട്, പിന്നെ അറിയത്തില്ല. ഇതാണ്. ഇതിൻ്റെ ഒരു സൈഡ് മാത്രമേ ബോർഡർ വരുന്നുള്ളൂ. ഇതിൻ്റെ 2 സൈഡിലും ബോർഡർ വരുന്നതും ബോർഡർലെസ് ആയിട്ടുള്ളതും ഒക്കെ ഉണ്ട്. വിചിത്ര സിൽക്ക് അല്ല ഇത് മെറ്റീരിയൽ കേട്ടോ, ഞാൻ പറയുക. പക്ഷേ കണ്ടാൽ തോന്നും വിചിത്ര സിൽക്കുമായിട്ട് നല്ല റിസംബിൾസാണ്. അതെന്നാന്ന് ചോദിച്ചാൽ അതിൻ്റെ ആ ഒരു ഗ്ലോയും കാര്യങ്ങളും എല്ലാം വിചിത്ര സിൽക്കുമായിട്ട്, പക്ഷേ വിചിത്ര സിൽക്ക് അല്ല സാധനം. അതിൻ്റെ തന്നെ വൈറ്റ്. ഇനി നിങ്ങൾക്ക് റെഡും വൈറ്റും ആണല്ലോ നമ്മുടെ, പിന്നെ ഗ്രീന് എല്ലാം ഇറങ്ങുന്നുണ്ട്. ഇപ്പോഴത്തെ ഇത് മുന്താണിയൊന്നും ഇല്ല കേട്ടോ. മുന്താണി ഉണ്ടോ നോക്കട്ടെ. ഞാനിതെല്ലാം ഒന്ന് നോക്കിയില്ല. ഇതിൽ മുന്താണി ഇല്ല. മുന്താണിക്ക് പ്രത്യേകതയൊന്നും ഇല്ല. ബ്ലൗസ് ഉണ്ട്. അതിനൊന്നും മറ്റേ സാധാരണ വിചിത്ര സിൽക്ക് വരുന്നതിന് ബ്ലൗസ് ഇല്ല. ഇതിന് ബ്ലൗസ് ഉണ്ട്. ബ്ലൗസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. എനിക്കറിയത്തില്ല അളവിൻ്റെ കാര്യത്തിൽ. അങ്ങനെ തന്നെയാണ്, ബ്ലൗസ് ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെ തന്നെയാണ്. മുന്താണി പ്രത്യേകിച്ചൊന്നുമില്ല. ഇങ്ങനെ തന്നെ ഈ ഒരു ബോർഡർ താഴെ വരും, മേളിലൊന്നുമില്ല. അത് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് നല്ല ഉണ്ടല്ലോ അനാർക്കലി കുർത്തിയൊക്കെ അടിക്കണമെങ്കിൽ നല്ല ഭംഗിയാണ് ഇത്. നമ്മളിപ്പോൾ 5 മീറ്റർ അനാർക്കലിയുടെ കുർത്തി ഈ കശ്മീരി സിൽക്കിൻ്റെ മെറ്റീരിയലെല്ലാം എടുക്കണേ 5.5 മീറ്റർ നമുക്ക് നല്ല ഫ്ലെയർ ഇട്ട് തയ്ക്കണമെങ്കിൽ നമുക്ക് എത്ര രൂപ കൊടുക്കണം? 699 രൂപയ്ക്കൊന്നും കിട്ടത്തില്ല 5.5 മീറ്റർ. അപ്പോൾ അങ്ങനെ ചിന്തിച്ചാൽ മതി. പിന്നെ എടുത്ത് പറയുക, ഇത് വീവിങ് അല്ല പ്രിൻ്റ് ആട്ടോ. എൻ്റെ വായിൽ എപ്പോഴെങ്കിലും അബദ്ധത്തിൽ വീണ് പോയോ എന്നൊരു സംശയമുണ്ട്. ഇവിടെ നിന്നവരൊക്കെ പറഞ്ഞു ഞാൻ വീവിങ് എന്ന് പറഞ്ഞോ എന്നൊരു സംശയമുണ്ട്. വീവിങ് അല്ല, പ്രിൻ്റാണ്. വീവിങ് നമുക്ക് അങ്ങനെ വരത്തില്ല. ഇതേ അടുത്തത്, ഇത് നമ്മുടെ വിചിത്ര സിൽക്ക് തന്നെയാണ്. വിചിത്ര സിൽക്കിൻ്റെ എപ്പോഴും ഞാൻ ഈ പറയുന്നത് എന്താ പറയുക, പറഞ്ഞ കാര്യം തന്നെ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമല്ല. കാരണം ബഹുജനം പലരിതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ പലരാണ് കേൾക്കുന്നത്. വിചിത്ര സിൽക്ക് തന്നെ
ഈ 190 രൂപയ്ക്ക് തൊട്ട് കിട്ടുന്നതുണ്ട്. സാരി, ഒരു ഫുൾ സാരി 190 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. അതൊക്കെ അതിൻ്റെ കുമാരി വിചിത്ര എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ക്വാളിറ്റി വ്യത്യാസമുണ്ട്. ഇത് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയുള്ള വിചിത്രയാണ്. വിചിത്ര സിൽക്കിലാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു സ്റ്റാർ. ഞാനിത് എന്തിനാണ് എടുത്തതെന്ന് എനിക്കറിയത്തില്ല. കാരണം ഇഷ്ടം പോലെ ഞാൻ കൊടുത്തിട്ടുള്ള അത്രയും വിചിത്ര സിൽക്ക് സാരി, പ്ലെയിൻ സാരി ഒക്കെ ആയിട്ട്, പ്ലെയിൻ സാരി, അജ്രക്ക് ബ്ലൗസ്, കലങ്കാരി ബ്ലൗസൊക്കെ മാച്ച് ചെയ്ത് പഴയ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം, അത്രയും കൊടുത്തിട്ടുണ്ട്. പക്ഷേ വീണ്ടും ഇത് തന്നെ ഞാൻ എന്നുവെച്ചാൽ റിപ്പീറ്റായിട്ട് കൊണ്ടുവരുന്ന ഒരു രസമില്ലല്ലോ. എടുത്തത് എന്തിനാണെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. കാരണം ഇതിൻ്റെ ഭംഗി എത്രയ്ക്കാണ്. കണ്ടാൽ നമ്മളെ ആരും ആകർഷിക്കപ്പെട്ടു, നമ്മളെ ആരും അങ്ങോട്ട് ക്ഷണിക്കും. ഇതൊന്നും എടുത്തോ, എന്നെ എടുത്തോ എന്ന് പറഞ്ഞ്. നല്ലത്, എന്ത് തയ്ക്കാൻ വേണേലും നല്ല സാരി ആയിട്ട് എടുക്കണേലും നല്ലതാണ്. നല്ല ഭംഗിയാണ്. ഫങ്ഷൻ സാരി ആയിട്ട് ഒത്തിരി നല്ലതാണ്. ഇത് കേട്ടോ, ഫുൾക്കാരി എല്ലാവരുടെയും പ്രിയപ്പെട്ട സാധനമാണ്. നെറ്റ്കോട്ട, ഫുൾക്കാരി, ഇതെല്ലാം കൂടെ കൂട്ടി നെറ്റ്കോട്ട എന്ന് വേണേലും പറയാം. നെറ്റ്കോട്ടയിൽ ഫുൾക്കാരി വർക്ക് ചെയ്തിരിക്കുക. ഇത് ഇങ്ങനെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബോഡി, ആ കോൺട്രാസ്റ്റ് തന്നെ ബോട്ടം വരും. ഷോള് വരുമ്പോഴും കോൺട്രാസ്റ്റ്. നല്ല എടുപ്പായിരിക്കും ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ലുക്ക് കിട്ടുന്ന സാധനമാണ്. നെറ്റ്കോട്ട ആയത് തന്നെ, നെറ്റ്കോട്ടയും ഫുൾക്കാരിയും കൂടെ വരുമ്പോൾ തന്നെ ലുക്കാണ്. അതിൻ്റെ കൂടെ ഇങ്ങനെ കോൺട്രാസ്റ്റ് ബോഡിയും കൂടെ വന്നു കഴിയുമ്പോൾ അതിന് ലുക്കാണ് കേട്ടോ. എന്നിട്ട് ആ ഒരു ഫ്ലോറൽ പ്രിൻറ്റ് ദുപ്പട്ടയുടെ അടിയിൽ ചെയ്തിരിക്കുക. ഈ വൈറ്റിൻ്റെ ആ കോമ്പിനേഷൻ. ഇവിടുത്തെ കളർ മാറുന്നതനുസരിച്ച് ബോഡിയുടെ കളേഴ്സ് മാറും. ഇതിപ്പോൾ വൈറ്റാണ് കളറ്. ഇത് യോക്ക് പാർട്ടൊക്കെ ഉണ്ടല്ലോ, നല്ല ഭംഗിയായിട്ട് വെക്കും. ഇത് ഫുള്ളുണ്ട്, സെൻറ്റർ മാത്രമല്ല, ഇതുണ്ടോ ഫുള്ളുണ്ട്. നല്ല സിമ്പിളായിട്ട് എലഗൻ്റായിട്ട് നല്ല ഭംഗിയായിട്ട് ഇടാം. നല്ല രസമല്ലേ? ഇവിടുത്തെ നിങ്ങൾ ഓർക്കും ഇതിനും ഈ കളറും 2 കളറാണ്. ഈ കളറാണ് ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. ഈ കളറല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ ഒരു പീച്ചാണ് ഷോളിന് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ഡാർക്കായിട്ട്. ആ ഡാർക്ക്നെസ് ആണ്. ഇത് ലൈറ്റായി പോകുമ്പോൾ ഇത് ഡാർക്കായിട്ട് വരുന്നതാണ് ആ ഭംഗി എന്ന് പറയുന്നത്. കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ പീച്ചിൻ്റെ വേറൊരു ലൈറ്റ് ഷെയ്ഡ് ഷോൾ വരുമ്പോൾ ദേ ഇങ്ങനെ വരും. ഫുൾ ബോഡി ഇങ്ങനെ കോട്ടൻ്റെ അടുത്തത് ഒരു നല്ല കോഫി കളർ, നല്ലൊരു കളർ കേട്ടോ, നല്ല രസമുണ്ട്. ഇത് നിങ്ങൾക്ക് തിരിച്ച് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ പൂവ് സൂക്ഷിച്ച് നോക്കിയാൽ തല കുരുങ്ങിയിരിക്കുന്ന പോലെ തോന്നും. അത്രയൊക്കെ ശ്രദ്ധിച്ച ആൾക്കാർ ചെയ്യുമോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ തിരിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇതിൻ്റെ ഷോൾ വരുമ്പോൾ ദേ ഇങ്ങനെ ഇരിക്കും കണ്ടോ. താഴത്തെ ഭാഗം ദാമൻ പോർഷൻ്റെ ഷോള് ഈ ഡാർക്ക്നെസ് ആണ് കൊടുത്തിരിക്കുന്നത്. കുറേ കളേഴ്സ് ഉണ്ടല്ലോ. ഇത് ഗ്രീൻ, ഇത് രണ്ടും ബ്ലൂ. ഷോള് ഇത്, ബോട്ടം ഇത്, ടോപ്പിൻ്റെ ഭാഗം ഇങ്ങനെ. ഇനിയില്ലേ വേറെ ഇത് കൂടെ കാണിക്കട്ടെ. ഇതിപ്പം ഭയങ്കര ആൾക്കാർക്ക് ഫുൾക്കാരിയിൽ വൈറ്റ്, പ്യുവർ വൈറ്റ് ഫുൾക്കാരി വന്നിട്ട് ഇത് ശരിക്കും ഹാൻഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ത്രെഡ് കൊണ്ട് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുക. എന്നിട്ട് നമ്മുടെ ബാട്ടിക് പ്രിൻ്റ് വരുന്ന ബോട്ടം നല്ല ഭംഗിയാണ്. താഴ്ഭാഗത്ത് കണ്ടോ, ഇവിടെ ഇങ്ങനെ സ്കാലപ്പ് ലേസ് വർക്ക് ചെയ്ത് നല്ലൊരു എടുപ്പാണ്. എന്നിട്ട് ആ ബാട്ടിക്കിൻ്റെ നല്ല സോഫ്റ്റ് കോട്ടൻ്റെ മൽക്കോട്ടൻ്റെ ഷോളും കൂടെ വരും. മൽക്കോട്ടൺ ഷോൾ ആയതുകൊണ്ടുള്ള ഗുണം എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് നല്ല കംഫർട്ടാണ്. നല്ല ഒതുങ്ങി കിടക്കും. ഏത് രീതിക്ക് വേണമെങ്കിലും സ്റ്റൈലിങ് ചെയ്യാം കണ്ടോ. ഗുണം കൂടെ നല്ല ഭംഗി കേട്ടോ. ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ വരുമ്പോഴത്തേനും പള്ളിയിലൊക്കെ പോകാൻ വൈറ്റ് വേണ്ടവർക്ക് വൈറ്റ്. ഇനിയിപ്പോൾ വൈറ്റിൻ്റെ ഒരു അവരുടെ കാലമല്ലേ ഇടൂ പറഞ്ഞാൽ നല്ല പിസ്ത ഗ്രീൻ. ഉണ്ടോ എൻ്റെ കോമ്പിനേഷൻ ഒന്ന് നോക്കിയേ. ഇത് ബോട്ടം, ഇത് ഷോള്. ഷോളല്ലോ, ഷോള് ചുമ്മാ ഒരു ഷോളൊന്നും അല്ല, നിറച്ച് സ്കാലപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. ഷോളയിലെ സ്കാലപ്പ് വർക്കൊക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടുള്ള ഷോളുമാണ്. ഷോളല്ല ദുപ്പട്ട, രണ്ടും ഒന്ന് തന്നെ. ഉണ്ട്, നല്ല രസമല്ലേ കാണാനായിട്ട്. കാണാൻ നല്ല രസമാണെന്ന് ചോദിച്ചാൽ ഇതിനെ കേട്ടോ. എൻ്റെ കോലം ഇതൊന്നും നിങ്ങൾ നോക്കണ്ട. ഞാൻ മൊത്തം കോലം തിരിഞ്ഞാണ് നിൽക്കുന്നത്. കുറേ ദിവസങ്ങളായിട്ട് ഇത് തന്നെയാണ്. കുറേ ദിവസങ്ങളായിട്ടല്ല. ഇത് ബോട്ടം കേട്ടോ, നല്ല രസമല്ലേ.
അപ്പം ഇനിയും ചുരിദാർ സെറ്റ് കാണിക്കാനാണെങ്കിൽ ഒത്തിരി കാണിക്കാനുണ്ട്. കാണിക്കാം, വരും ദിവസങ്ങളിൽ കാണിക്കും. ചുരിദാർ സെറ്റ് കാണിക്കുന്നില്ല, കുർത്തി കാണിക്കുന്നില്ല. കടയിൽ വന്നു വരെ ആൾക്കാർ പറയും ഇതിനകത്ത് വീഡിയോയ്ക്കകത്ത് എന്താ കുർത്തി കാണിക്കാത്തതെന്ന്. കടയിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള സെക്ഷൻ കുർത്തിയും ചുരിദാർ സെറ്റും സാരി. എന്നാലും കുർത്തി കാണിക്കത്തില്ല, എപ്പോഴും സാരി തന്നെ. സാരി എടുക്കുന്നവർക്ക് മാത്രം മതി എന്നൊക്കെ ചോദിക്കാം. അതിൻ്റെ ഒരു കേട് തീർക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഇച്ചിരി കാണിച്ചാൽ അടുത്ത ദിവസം കുർത്തി കാണിക്കാം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.